ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ശബ്ദമുയർത്തിയ ഒരു വൈദികനാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു XMP ഇട്ടിരിക്കുന്ന പോസ്റ്റർ കാണാനിടയായി. അപ്പോൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് വൈദികൻ വർഗീയത ഉണ്ടാക്കുന്നു എന്ന്. ജനപ്രതിനിധികളായ ഇവരൊക്കെ മൗനം പാലിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വൈദികൻ മുന്നോട്ട് വന്നപ്പോൾ അതിനെ വർഗീയതയായിട്ട് ചിത്രീകരിച്ചതിന് ഞങ്ങളുടെ വൈദികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ കയ്യിൽ പോസ്റ്റർ പിടിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് താണിയത്തച്ഛനും കൂടിയുണ്ട്. താണിയത്തച്ഛനുണ്ട്, ഫ്രാൻസിസ് താണിയത്തച്ഛൻ. അച്ഛനെതിരെ പറഞ്ഞത് എന്താണ്, വർഗീയ ധ്രുവീകരണം നടത്താനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ മതവികാരം മുറിപ്പെടുത്തി അങ്ങനെയൊക്കെ കുറെ പോസ്റ്റർ കേസ് എടുത്തിട്ടുണ്ടോ? അച്ഛന്റെ പേരിൽ കേസുണ്ടെന്ന് അറിഞ്ഞത്. ഈ ഒരു മുൻപം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് നിങ്ങൾക്കൊപ്പം വേണ്ടി നിന്നതിനാണ് കേസ് എടുത്തിരിക്കുന്നത്. അതെ, അച്ഛനാണ് ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് അച്ഛനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചതിനാണ് അവർ കേസെടുത്തിരിക്കുന്നതും. അപ്പോൾ ഇന്നിപ്പോൾ 41 ദിവസമായി. ഇന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയുടെ വിലയിരുത്തൽ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ എന്ത് നിലപാടാണെങ്കിലും അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് ഈ സമയം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച സർക്കാർ കേരളത്തിന്റെ സൈന്യത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സമയം വരെ നിൽക്കുന്നത്. അത് വലിയൊരു വലിയൊരു മാറ്റമായിരിക്കും അങ്ങനെ ഉണ്ടായി തന്നെ. അതല്ല, ഇത് എതിരായാണ് സംഭവിക്കുന്നതെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവമൊക്കെ മാറും.